വിപ്ലവമുണ്ടാക്കാനല്ല ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയതെന്ന് നടി ശാരദ. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളെ സിനിമാ മേഖലയിലും ഉള്ളൂ. അതിനെ സംസാരിച്ച് വലുതാക്കിയിട്ട് പ്രയോജനമില്ല എന്നും ശാരദ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി അംഗം കൂടിയാണ് ശാരദ. പക്ഷേ ഹേമ കമ്മിറ്റി ഇങ്ങനെ റിപ്പോർട്ട് അന്വേഷണമൊക്കെ നടത്തുമ്പോൾ മാഡം കരുതിയിരുന്നത് ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാക്കും, നല്ലൊരു രീതിയിൽ എല്ലാവരും സ്വീകരിക്കുമെന്ന്. ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ കമ്മിറ്റി ഫോം ചെയ്തത്? അല്ല, ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കാനാണോ ഫോം ചെയ്തത്? ഇതൊക്കെ ഒരു ഇതായിപ്പോയി, അവരവരുടെ ഇഷ്ടവും അവരുടെ തോന്നൽ ഇങ്ങനൊക്കെ ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വയനാടിനെ പറ്റിയാണ്. ആരെ പറ്റി കുറെ കുറ്റം പറയാൻ ഞാനില്ല. വളരെ മര്യാദയാണ്. മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ അല്ലാതെ അവരുടെ കൺട്രോളാണ്, ഇവരുടെ ഇതാണ്, ഇവരുടെ ഭരണമാണ്, അങ്ങനെയൊന്നുമില്ല. വളരെ ഒരു ഹോംലിയാണ് അതെല്ലാം. ഒരു ഹോംലി ഒരു ഇതായിട്ടല്ലാതെ ആരും പെരുമാറില്ല. അങ്ങനത്തെ ആൾക്കാരേ ഇല്ല ഇവിടെ. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പുറത്തില്ലേ ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസ് എത്ര പേര് സഫർ ചെയ്യുന്നുണ്ട്, അതൊക്കെ പുറത്ത് വരുന്നുണ്ട്. എന്തോന്നാ ഇത്? അതിനെ നമ്മൾ വലുതാക്കി സംസാരിച്ചിട്ട് ചുമ്മാ ഇതാക്കുക അല്ലാതെ ഒരു പ്രയോജനമില്ല. പക്ഷെ 5-6 കൊല്ലങ്ങൾക്ക് ശേഷം ആ സബ്ജക്റ്റ് കൊണ്ടുവരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദയവായി നിങ്ങൾ പേരത്തോട് ചോദിക്കണം. സൈഫുന്നിസ അലിയാറുണ്ട് വിശദാംശങ്ങളുമായി. ശാരദയുമായി സംസാരിച്ചത് സൈഫുന്നിസയാണ്. സൈഫുന്നിസ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ശാരദയുടെ വ്യത്യസ്ത സ്വരം കണ്ടതാണ്. നടിമാരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വരെ അതിൽ പരാമർശമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് പിന്നെ എന്തിനാണെന്നാണ് ഇവർ പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നാണ് ഹേമ കമ്മിറ്റിയിലെ അംഗം കൂടിയായ ശാരദ പറയുന്നത്. എന്നാൽ എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളെ സിനിമാ മേഖലയിലുമുള്ളൂ, അതിനെ സംസാരിച്ച് വലുതാക്കിയിട്ട് പ്രയോജനമില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളും ഒപ്പം തന്നെ പ്രസ്താവനകളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ശാരദ ചെയ്യുന്നത്. തനിക്ക് മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. വിപ്ലവം ഉണ്ടാക്കാൻ, അതായത് ഇപ്പോൾ മറ്റു ഭാഷകളിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നതിനെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് വിപ്ലവം ഉണ്ടാക്കാനല്ല കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നും ഇപ്പോൾ വരുന്നതൊക്കെ ഓരോരുത്തരുടെ തോന്നലാണ്. ഹേമ കമ്മിറ്റി വിഷയം വിട്ട് വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് ശാരദ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോഴും ഇവർക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ലാത്തതുപോലെയാണ് നമുക്ക് തോന്നിയത്. ആദ്യം തന്നെ ഇവർ പറഞ്ഞത് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, നിങ്ങൾ ഈ വിഷയം വിടൂ, ഹേമ കമ്മിറ്റി വിഷയം വിട്ട് നിങ്ങൾ വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞത്. പിന്നീട് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് 5-6 വർഷം കഴിഞ്ഞാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. നല്ല ഉദ്ദേശത്തോടെയായിരുന്നു ഹേമ കമ്മിറ്റി വന്നത്, നമ്മൾ റിപ്പോർട്ട് കൊടുത്തു, പിന്നെ പക്ഷേ 5-6 വർഷം കഴിഞ്ഞാണ് റിപ്പോർട്ട് പുറത്തു വന്നതെന്നാണ്. WCC രൂപീകരിച്ചത് പോലും നല്ല കാര്യമെന്ന് പറയുമ്പോൾ പോലും അതിനൊരു പരിഹാസത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ ഏത് വഴിക്ക് പോകും ഈ സംഘടനകളൊക്കെ എന്ന് അറിയില്ല എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള ബഹളങ്ങളൊന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ തനിക്ക് ബഹളങ്ങൾ ഇഷ്ടമുള്ള ആളല്ല. ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ ഇപ്പോഴുള്ള ബഹളങ്ങൾ ശരി, വിപ്ലവം ഉണ്ടാക്കാനല്ല ഹേമ കമ്മിറ്റി എന്നാണ് നടി ശാരദയുടെ നിലപാട്. സൈഫുന്നിസയാണ് വിവരങ്ങൾ നൽകിയത്.